രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രസംഗിച്ചിട്ടും അനക്കമില്ലാതിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ കാലത്ത് ഒരു പേരിങ്ങനെ ഓർമ്മ വരും. ഇതേ ഇലക്ഷൻ കമ്മീഷൻ്റെ അമരത്തിരുന്ന ഇന്ത്യൻ സർക്കാരിനോട് ഏറ്റുമുട്ടിയ കേരളീയനായ ഒരു ഇലക്ഷൻ കമ്മീഷണർ ടി എൻ സേഷനെ ഓർക്കാതെ ഒരു ഇന്ത്യൻ ഇലക്ഷനും പൂർണ്ണമാകുന്നില്ല. ടി എൻ സേഷൻ ഇന്ത്യയുടെ 10ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. 1990 മുതൽ 96 വരെ ഇലക്ഷൻ കമ്മീഷനെ നയിച്ചത് ടി എൻ സേഷൻ ആയിരുന്നു. ഇന്ത്യൻ ഇലക്ട്രൽ സംവിധാനം ക്ലീൻ ചെയ്യാനുള്ള ബൃഹത്തായ ദൗത്യം തുടങ്ങിയത് ടി എൻ സേഷൻ ആയതുകൊണ്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ സേഷന് മുൻപും സേഷന് ശേഷവും എന്ന് വേർതിരിക്കുന്നത്. 1932 കേരളത്തിലെ പാലക്കാടാണ് സേഷൻ ജനിക്കുന്നത്. 1955 ബാച്ചിൽ IAS ഉദ്യോഗസ്ഥനായി. തമിഴ്നാട് കേഡറിൽ വിവിധ പദവികളിൽ പ്രവർത്തിക്കുകയും സംസ്ഥാന സർക്കാരിലെ രാഷ്ട്രീയ ഉന്നതരോട് കലഹിക്കുകയും ചെയ്തു. തുടർന്ന് സെൻട്രൽ പോസ്റ്റിംഗിലെത്തുന്നു. സെക്രട്ടറി പദവികളിൽ നിന്ന് ക്യാബിനറ്റ് സെക്രട്ടറി വരെയാകുന്നു. ഒടുക്കം ചന്ദ്രശേഖർ പ്രധാനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ 1990 ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ അമരത്തിലെത്തുന്നു. അവിടുന്നാണ് ഇലക്ട്രൽ സിസ്റ്റത്തിന്റെ ക്ലെൻസിങ് ആരംഭിക്കുന്നത്. ആർക്കും വിട്ടുകൊടുക്കാതെ പ്രവർത്തിക്കുന്ന പ്രകൃതം കാരണം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അദ്ദേഹത്തെ അഹങ്കാരത്തിന്റെ മൂർത്തി എന്ന് പോലും വിളിക്കുന്നുണ്ട്. ടി എൻ സേഷന്റെ കാലത്താണ് ഇലക്ഷൻ കമ്മീഷൻ ഏകാംഗ കമ്മീഷനിൽ നിന്നും 3 അംഗങ്ങളുള്ള ഒരു കമ്മീഷനായി മാറുന്നത്. ഇലക്ട്രൽ റിഫോമിന്റെ ഭാഗമായി 150ഓളം ദുർനടപടികൾ അദ്ദേഹം എന്ന് ലിസ്റ്റ് ചെയ്ത് ക്രിമിനലൈസ് ആക്കുന്നുണ്ട്. മദ്യവും മറ്റ് ലഹരിയും ഒക്കെ ഒഴുക്കി വോട്ട് നേടുന്നത് മുതൽ മതം പറയുന്നതും കൈക്കൂലി കൊടുക്കുന്നതും ഉൾപ്പെടെ എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ പ്രചരണത്തിന് വിനിയോഗിക്കുന്ന പണത്തിൽ അദ്ദേഹം പരിധി നിശ്ചയിക്കുന്നുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുന്നതും ഇലക്ട്രൽ ID കാർഡുകൾ രാജ്യത്ത് പ്രാബല്യത്തിലെത്തിക്കുന്നതും അദ്ദേഹം വഴിയാണ്. വോട്ടർ ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞതിനെ ഗവൺമെന്റ് അനാവശ്യമെന്നും ചിലവേറിയതെന്നും ഒക്കെ പറഞ്ഞ് മുടക്കാൻ നോക്കിയപ്പോൾ കാർഡ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ ജനുവരി 1, 1995 ശേഷം ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കില്ല എന്ന് അദ്ദേഹം ഗവൺമെന്റിനോട് പറയുകയുണ്ടായി. ഇതേ കാരണത്താൽ ഇലക്ഷൻ മുടങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടായി. സുപ്രീം കോടതി ഇടപെടലുകളുണ്ടായി. അവസാനം സേഷൻ വിരമിക്കുന്ന അവസാന വർഷം തന്നെ 2 ദശലക്ഷം വോട്ടർ ഐഡന്റിറ്റി കാർഡുകൾ ഗവൺമെന്റിന് ഇഷ്യൂ ചെയ്യേണ്ടി വന്നു. ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന പണത്തിൽ പരിധി നിശ്ചയിച്ച അദ്ദേഹം ഇലക്ഷൻ ഒബ്സർവർമാരെ വരെ നിയോഗിക്കുന്നുണ്ട്. അതും നാഷണൽ ടാക്സ് ബ്യൂറോയിൽ നിന്നുള്ള സീനിയർ ഉദ്യോഗസ്ഥരെ. 1993 ലോക്സഭാ ഇലക്ഷനിൽ ഇലക്ഷൻ കമ്മീഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലെ കൺട്രോൾ റൂമിൽ നിന്ന് സേഷൻ ഇലക്ഷൻ എക്സ്പെൻസുകളെ റൗണ്ട് ദി ക്ലോക്ക് മോണിറ്റർ പോലും ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 1488 ലോക്സഭാ സ്ഥാനാർത്ഥികൾ എക്സ്പെൻസുകൾ പ്രസിദ്ധീകരിക്കാത്തതിന്റെ പേരിൽ 3 വർഷത്തേക്ക് അയോഗ്യരാക്കപ്പെടുക പോലും ചെയ്യുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ സ്വാതന്ത്ര്യം ഒരു കാലത്തും അടിയറവ് വയ്ക്കാൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ എഴുത്തുകുത്തുകളിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതിനൊപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ഉപയോഗിക്കുന്നത് പോലും അദ്ദേഹം ചെറുത്തതായി പറയുന്നുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമേ അല്ലെന്ന്. ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായ ഭരണഘടനാ സംവിധാനമാണെന്ന്. ഇന്റേണലായി വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നും കമ്മീഷന് വന്നിരുന്ന ചെറിയ നോട്ടുകളുണ്ട്. അതായത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നിങ്ങനെയുള്ള കുറിപ്പടികൾ. അവ നിർത്തലാക്കുന്നതും സേഷന്റെ കാലത്താണ്. 1996 പൊതുജീവിതത്തിലെ സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന് ഏഷ്യയിലെ നൊബേൽ എന്നറിയപ്പെടുന്ന മാഗ്സാസെ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അവാർഡ് സ്വീകരണ വേളയിൽ സേഷൻ ഇങ്ങനെ പറഞ്ഞു: ഐ ഡീം ദിസ് അവാർഡ് എ ട്രിബ്യൂട്ട് ടു ദ പ്രോസസ് ഓഫ് ഡെമോക്രസി ത്രൂഔട്ട് ദ ഫ്രീ വേൾഡ്, ടു ദ വിസ്ഡം ഓഫ് മില്യൺസ് ഓഫ് ഇന്ത്യൻ ഇലക്ടറേറ്റ്, not always necessarily formally educated, to the millions of Indian voters who have overcome disabilities of economic status, social disability, poverty and prejudice to walk into the ballot booth and use that little marking stamp to decidedly say who they want to rule over them. ടി എൻ സേഷൻ മരണപ്പെടുമ്പോൾ അന്നത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അശോക് ലവാസ പറഞ്ഞത് ഒരു യുഗം ഇവിടെ അവസാനിക്കുന്നു എന്നാണ്. തീർച്ചയായും ഇന്ന് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സമാനതകളില്ലാത്ത ഒരു യുഗമായിരുന്നു അതെന്ന് തോന്നും. സംഘപരിവാർ രാഷ്ട്രീയത്തിന് അടിയറവ് പറയുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അങ്ങേയറ്റം പക്ഷപാതവും ഏകപക്ഷീയമാകുന്ന കാലത്ത് ടി എൻ സേഷന്മാരുടെ കാലം ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു എന്ന് വിളിച്ചു പറയേണ്ടി വരും. വീണ്ടും ഒരു ജനാധിപത്യ പരീക്ഷണത്തിന്റെ ഉച്ചിയിലാണ് നമ്മൾ. ആ ചൂടിലിരുന്നു കൊണ്ട് ടി എൻ സേഷൻ എന്ന് ഒന്നുകൂടി എടുത്തു പറയുന്നു, അടിവരയിടുന്നു.